പിന്നെ നമ്മളെ കൂടെ ഇപ്പോൾ പെരുന്നാൾ യാത്രയിൽ വന്ന രണ്ട് കൂട്ടുകാരാണ്. നമ്മുടെ പാണ്ടിക്കാടിലെ റഹീം അതുപോലെ നിസാർ കൂട്ടിലങ്ങാടി. എങ്ങനെയുണ്ട് നമ്മളെ യാത്ര? എല്ലാം കൊണ്ടും അടിപൊളിയാണ്. നമ്മളൊക്കെ കരുതിയത് എന്താ വെച്ചാൽ ഉസ്താവന്മാരെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇത് വളരെയധികം നമ്മൾ എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സിയാറത്തിൻ്റെതാണെങ്കിലും പിന്നെ ട്രിപ്പിൻ്റെതാണെങ്കിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫുഡിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഇപ്പോൾ വേറെ ഏതെങ്കിലും ടീമിന്റെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു ഫുഡൊന്നും കിട്ടൂല. ഉസ്താദിനെ നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഫുഡും കിട്ടിയിട്ടുണ്ട്. ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ ആലോചിച്ചിട്ട് നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പിന്നെ ട്രിപ്പിന് പോരുന്നതിന് മുന്നേ എന്തൊക്കെയാവുക എന്നുള്ളത് ചെറിയൊരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉസ്താദിനെ സജസ്റ്റ് ചെയ്യാം. എൻ്റെ പേര് നിസാർ കൂട്ടിലങ്ങാടി. എങ്ങനെയുണ്ട്? പോകുന്നപ്പോൾ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് പോന്നിരുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാ 100% 100 ഹാപ്പിയാണ്. എല്ലാവരും പോരാണെങ്കിൽ ഉസ്താദിന്റെ കൂടെ തന്നെ യാത്രക്കൊക്കെ അൽഹംദുലില്ലാ എല്ലാം കൊണ്ട് റാഹത്ത്. ഞാൻ ചോദിച്ചോണ്ട് മാത്രമാണ്. അല്ല നമ്മള് ആളുകൾ പറഞ്ഞു ഉസ്താദിന്റെ കൂടെ ആകുമ്പോൾ എങ്ങനെ എൻജോയ് ചെയ്യാന്നുള്ളത്. അൽഹംദുലില്ലാ എല്ലാം കൊണ്ട് ഉസ്താദ് നമ്മളെ പോലെ തന്നെ എല്ലാത്തിനും കൂടെ സപ്പോർട്ട് ഉണ്ട്. വളരെ ഹാപ്പി, മാക്സിമം എൻജോയ് ചെയ്ത് എല്ലാത്തിനും കൂടെ തന്നെ കൂടെ ഒരു സുഹൃത്തുക്കളോ ഒന്നുമില്ലാതെ പോരാണ്. പ്രത്യേകിച്ച് ഭയം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളൊരു ഫുള്ളായിട്ട് ഒരു ടീമായിട്ട് തന്നെ ഫസ്റ്റ് ദിവസം ട്രെയിൻ കയറിയപ്പോൾ ആശങ്കകളൊക്കെ മാറി. അങ്ങനെ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു, നല്ല ഉണ്ടായിരുന്നു, വളരെ ഇതുണ്ടായിരുന്നു. തീർച്ചയായും ഇങ്ങനെ ഉസ്താദിനെ ചൂസ് ചെയ്യണം എന്നാണ്.